Even നമ്മൾ ഇന്ന് പഠിക്കാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയ ആണ്. അഗെയിൻ CNS ഫിസിയോളജിയിലെ സെക്കൻഡ് പേപ്പറിൽ ഒരു എസ്സേ ആണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ചോദിക്കുക പാർക്കിൻസോണിസത്തിൻ്റെ ഒരു ഹിസ്റ്ററി കാണിച്ചു തന്നിട്ട് ഡയഗ്നോസിസ് ചോദിച്ച് കണക്ഷൻസ്, ഫങ്ഷൻസ്, പിന്നെ പാർക്കിൻസോണിസത്തിൻ്റെ ഫീച്ചേഴ്സ്, നൈഗ്രോസ്ട്രൈറ്റൽ പാത്വേ, ഇതൊക്കെയാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, സോ ബേസൽ ഗാംഗ്ലിയ എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് ജനറലി ഒരു പാർട്സ് ഓഫ് ബേസൽ ഗാംഗ്ലിയ അറിയാനായിട്ട് എന്തൊക്കെയാണ് പാർട്സ് ഓഫ് ബേസൽ ഗാംഗ്ലിയ? യെസ്, കോർഡേറ്റ് ന്യൂക്ലിയസ്, പുട്ടാമിൻ, ഗ്ലോബസ് പാലിഡസ്, സബ്തലാമിക് ന്യൂക്ലിയസ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. അതിൽ കോർഡേറ്റ് ന്യൂക്ലിയസും പുട്ടാമിൻ ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ സ്ട്രയേറ്റം അല്ലെങ്കിൽ നിയോസ്ട്രയേറ്റം, വെറസ് പുട്ടാമിൻ ആൻഡ് ഗ്ലോബസ് പാലിഡസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ലെൻഡിഫോം ന്യൂക്ലിയസ്. ഓക്കെ, ഇനി അടുത്ത് ഗ്ലോബസ് പാലിഡസിൻ്റെ പാർട്സ് പറയുമ്പോൾ രണ്ട് പാർട്ടായി ഗ്ലോബസ് പാലിഡസ് ഡിവൈഡ് ചെയ്യാം. ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ ആൻഡ് ഗ്ലോബസ് പാലിഡസ് ഇന്റേണ. പിന്നെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര അഗെയിൻ ക്യാൻ ബി ഡിവൈഡ് ടു പാസ് കമ്പാക്ട് ആൻഡ് പാസ് റെറ്റിക്കുലേറ്റർ. പാസ് കമ്പാക്ട വിൽ യൂസ് ഡോപ്പമൈൻ ആസിഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ, റെറ്റിക്കുലേറ്റർ യൂസസ് ഗാബ ആസിഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഇനി അടുത്ത കണക്ഷൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻസ് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും? ബേസിൽ ഗാംഗ്ലിയ കണക്ഷൻസ് നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻപുട്സ്, ഔട്ട്പുട്ട്സ് ആൻഡ് കണക്ഷൻസ് വിത്തിൻ ബേസൽ ഗാംഗ്ലിയ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ബേസൽ ഗാംഗ്ലിയയ്ക്ക് ഏതൊക്കെ ഓർഗൻസ്, ഏതൊക്കെ ബ്രെയിനിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്സ് എന്ന് പറയാം. അപ്പോൾ സെറീബ്രൽ കോർട്ടെക്സ് ബേസൽ ഗാംഗ്ലിയയ്ക്ക് പോകുമ്പോൾ അതിന് നമ്മൾ എന്താ വിളിക്കുക? കോർട്ടിക്കോസ്ട്രയേറ്റ് എന്ന് പറയും. തലാമസ് നിന്ന് ബേസൽ ഗാംഗ്ലിയയ്ക്ക് പോകുമ്പോൾ തലാമോസ്ട്രയേറ്റ് എന്ന് പറയും. ഡോസൽ റാഫേ ന്യൂക്ലിയസ് നിന്ന് ബേസൽ ഗാംഗ്ലിയയ്ക്ക് പോകുമ്പോൾ അതിന് റാഫേ സ്ട്രയേറ്റ് എന്ന് പറയും. പിന്നെ പിഡൻകുലോ പോണ്ടൈൻ ന്യൂക്ലിയസ് ബ്രെയിൻ സ്റ്റെം എന്ന് പോകുന്നതിന് പിഡൻകുലോ സ്ട്രയേറ്റ് എന്ന് പറയും. അപ്പോൾ ഇനി ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഡയഗ്രമാറ്റിക്കലി ലൈക്ക് ദിസ്. കണ്ടോ, സെറീബ്രൽ കോർട്ടെക്സ് നിന്ന് പോണു, തലാമസ് നിന്ന് പോണു, ഡോസൽ റാഫേ ന്യൂക്ലിയസ്, പിഡൻകുലോ പോണ്ടൈൻ ന്യൂക്ലിയസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് ഇറ്റ് വിൽ ഗോ ടു വെൻട്രോലാറ്ററൽ, വെൻട്രോ ആൻറ്റീരിയർ, സെൻട്രോമീഡിയൻ ന്യൂക്ലിയർ തലാമസ്. അവിടെ നിന്ന് നമ്മുടെ മോട്ടർ കോർട്ടെക്സ് ആൻഡ് ഫ്രോണ്ടൽ, പ്രീ ഫ്രോണ്ടൽ ആൻഡ് പ്രീ മോട്ടർ കോർട്ടെക്സിലേക്ക് പോകും. ആൻഡ് ഫ്രം ഹിയർ അറൈസസ് EPS, ദറ്റ് ഇസ് എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് ഇവിടെ നിന്ന് അറൈസ് ചെയ്യും. അതിൽ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഗ്ലോബസ് പാലിഡസ് ഇന്റേണ സെൻസ് ഇൻഹിബിറ്ററി സിഗ്നൽസ് ടു തലാമസ്, പക്ഷേ തലാമസ് ഓൾവേസ് സെൻസ് എക്സൈറ്റേറ്ററി സിഗ്നൽസ് ടു കോർട്ടെക്സ്. ഓക്കെ, ഇനി അടുത്ത് മോട്ടർ ലൂപ്പിനെ പറ്റിയിട്ടാണ്. മോട്ടർ ലൂപ്പ് വി ഹാവ് ആക്ച്വലി 2 സർക്യൂട്ട്സ് അണ്ടർ മോട്ടർ ലൂപ്പ്. ഇതൊക്കെയാണ് പുട്ടാമിൻ സർക്യൂട്ട് ആൻഡ് കോർഡേറ്റ് സർക്യൂട്ട്. പുട്ടാമിൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ഓൾറെഡി ലേൺഡ് മൂവ്മെൻറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പഠിച്ചിട്ട് ആ പഠിച്ച ആക്ടിവിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്ന, ലൈക്ക് ഓൾറെഡി ആ ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട്, സബ് കോൺഷ്യസ് ആയിട്ട് ആ ലേൺഡ് മൂവ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഈ പുട്ടാമിൻ സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ പുട്ടാമിൻ സർക്യൂട്ട് എങ്ങനെയാണ്? അത് സെറീബ്രൽ കോർട്ടെക്സിന് പുട്ടാമിനിലേക്ക് സിഗ്നൽ പോകും, പുട്ടാമിന് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിലേക്ക് പോകും, അവിടുന്ന് തലാമസിലേക്ക് പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പുട്ടാമിൻ സർക്യൂട്ട്. ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് തലാമസിലേക്ക് ഡയറക്റ്റ്ലി പോവാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പോകണമെങ്കിൽ ഇറ്റ് കൻ ഗോ വയ സബ്തലാമിക് ഓർ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഓക്കെ, യെസ്. കോർഡേറ്റ് സർക്യൂട്ട് ആണെങ്കിൽ കോർട്ടെക്സിന് കോർഡേറ്റ് ന്യൂക്ലിയസിലേക്ക്, ഇവിടെ എന്തായിരുന്നു? പുട്ടാമിൻ ആയിരുന്നു. ഇവിടെ കോർഡേറ്റ് ന്യൂക്ലിയസിലേക്ക് പോകും, അവിടെ നിന്ന് അഗെയിൻ GP ഇന്റേണ, അവിടുന്ന് തലാമസിന് ബാക്ക് ടു കോർട്ടെക്സ്. ഓക്കെ, ഇതാണ് കോർഡേറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇതാണ് പുട്ടാമിൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടാമിൻ സർക്യൂട്ട് എന്തായിരുന്നു? സബ് കോൺഷ്യസ് എക്സിക്യൂഷൻ ഓഫ് ലേൺ മൂവ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രൈവിംഗ് ഓൾറെഡി പഠിച്ച ഒരാൾക്ക് സഡൻലി ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ലേൺഡ് ആക്ടിവിറ്റി സബ് കോൺഷ്യസ്ലി ചെയ്യുന്നതല്ലേ, അത് പുട്ടാമിൻ സർക്യൂട്ട്. അതേസമയം ഇപ്പോൾ ഒരു ലയണിനെ കണ്ടു, അപ്പോൾ നമ്മൾ ഓടി ഒരു മരം കയറി അല്ലെങ്കിൽ ഒരു മതിൽ ചാടി, അപ്പോൾ ഒരുപാട് മോട്ടോർ ആക്ടിവിറ്റീസ് ഒരുമിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമല്ലേ, അതിന് വേണ്ടതാണ് കോർഡേറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുട്ടാമിൻ സർക്യൂട്ടിൽ ഒരു ലീഷൻ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ചെയ്യുന്ന കണ്ടീഷനാണ് അഡിറ്റോസിസ്, വേറസ് കോർഡേറ്റ് സർക്യൂട്ടിൽ ലീഷൻ വന്ന റിസൾട്ട് ചെയ്യുന്ന കണ്ടീഷനാണ് കൊറിയ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കണക്ഷൻസ് വിത്തിൻ ബേസൽ ഗാംഗ്ലിയ. കണക്ഷൻസ് വിത്തിൻ ബേസൽ ഗാംഗ്ലിയ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി ഉള്ളത് നൈഗ്രോസ്ട്രൈറ്റൽ പാത്വേ ആണ്. ദർ ഇസ് ഓൾസോ സ്ട്രൈറ്റൽ നൈഗ്രൽ പാത്വേ. ഓക്കെ, എനിവേ നമുക്കിവിടെ വേണ്ടത് നൈഗ്രോസ്ട്രൈറ്റൽ പാത്വേ ആണ്. ദർ ഇസ് 2 ഫോംസ് ഉണ്ട് അല്ലേ, ഡയറക്റ്റ് പാത്വേ ആൻഡ് ഇൻഡയറക്റ്റ് പാത്വേ. അപ്പോൾ ആദ്യം ഡയറക്റ്റ് പാത്വേ നോക്കാം. ഡയറക്റ്റ് പാത്വേയിൽ എങ്ങനെയാണ്? അപ്പോൾ ആദ്യം ഇങ്ങനെ മനസ്സിലാക്കുക, കോർട്ടെക്സിന് സ്ട്രയേറ്റത്തിലേക്ക് സിഗ്നൽസ് പോകും, സ്ട്രയേറ്റത്തിൽ നിന്ന് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിലേക്ക് പോകും, ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിന് തലാമസിലേക്ക് പോകും, തലാമസിന് കോർട്ടെക്സിലേക്ക് പോകും. ഓക്കെ, അല്ല എങ്ങനെയാണ്?
കോർട്ടെക്സ് വിൽ ഓൾവേസ് എക്സൈറ്റ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് സ്ട്രയേറ്റം വയ ഗ്ലൂട്ടാമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗ്ലൂട്ടാമിൻ ഒരു എക്സൈറ്റഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ സ്ട്രയേറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് കോർട്ടെക്സ് ചെയ്യുക. സ്ട്രയേറ്റം വയ ഗാബ വെച്ച് ഗാബ is inhibiting neurotransmitter. It inhibits globus pallidus internus. globus pallidus internus അപ്പോൾ ഇൻഹിബിറ്റഡ് സ്റ്റേറ്റിലായിരിക്കുന്നത് അല്ലേ. നോർമലി ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് വയ ഗാബ ഇൻഹിബിറ്റ്സ് തലാമസ്. ഓക്കെ, നോർമലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ സ്ട്രയേറ്റം ഇസ് ഓൾറെഡി ഇൻഹിബിറ്റഡ് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് അല്ലേ. സ്ട്രയേറ്റം ഓൾറെഡി ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിനെ ഇൻഹിബിറ്റ് ചെയ്തിരിക്കുക. സോ ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് can no longer inhibit thalamus. അപ്പോൾ എന്താവും, തലാമസ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് അല്ലേ. ഡിസ്ഇൻഹിബിഷൻ വഴി തലാമസ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ആൻഡ് തലാമസ് എക്സൈറ്റ്സ് കോർട്ടെക്സ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടോ, സ്റ്റിമുലേഷൻ ഓഫ് സ്ട്രയേറ്റം റിസൾട്ട്സ് ഇൻ സ്റ്റിമുലേഷൻ ഓഫ് തലാമസ് വയ ഡിസ്ഇൻഹിബിഷൻ. നോർമലി തലാമസ് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് തലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതല്ല, അത് ഇൻഹിബിറ്റ് ചെയ്യുന്ന സംഭവം ഗാബ വെച്ച്. പക്ഷെ എന്ത് സംഭവിച്ചു, അത് സ്ട്രയേറ്റം വഴി ഇറ്റ് ഗോട്ട് ഇൻഹിബിറ്റഡ്. സോ ഇറ്റ് കെൻ നോ ലോങ്ങർ ഇൻഹിബിറ്റ് തലാമസ്. അതുകൊണ്ട് തലാമസ് ആക്ടിവേറ്റഡ് കോർട്ടെക്സ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് പാത്വേ. സോ ഓൾവേസ് ഡയറക്റ്റ് പാത്വേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈസ് സ്റ്റിമുലേഷൻ. ഇങ്ങനത്തെ ഇൻഡയറക്റ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സെറിബ്രൽ കോർട്ടെക്സ് സ്ട്രയേറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. Striatum will go and inhibit globus pallidus externus. Globus pallidus externus is now got inhibited. Normally globus pallidus externus sends inhibitory signals subthalamic nuclei. പക്ഷെ എന്തായി, striatum already globus pallidus externus നെ ഇൻഹിബിറ്റ് ചെയ്തിരിക്കുകയല്ലേ. സോ subthalamic nucleus has now got stimulated. Subthalamic nucleus will then sit and excite globus pallidus internus. അപ്പോൾ globus pallidus internus has now got activated. Direct pathway it was inactivated, but now it is activated, so it is sending inhibitory signals to thalamus. Thalamus can no longer excite cortex, so we can say that indirect pathway is inhibitory in nature. Stimulation of striatum results in activation of subthalamic nucleus. Subthalamic nucleus thereby activates globus pallidus internus, which then inactivates thalamus. Thalamus can no longer send excitatory stimulus to cortex. Okay, this is about the direct and indirect pathways. ഇനി അടുത്ത ഇൻഫ്ലുവൻസ് ഓഫ് നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേ. നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേ എന്ന് പറഞ്ഞാൽ നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേ സിറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ഡയറക്റ്റ് പാത്വേ ആൻഡ് ഇൻഹിബിറ്റ്സ് ഇൻഡയറക്റ്റ് പാത്വേ. അത് പാസ് കമ്പാക്റ്റ് വഴി അത് ഡയറക്റ്റ് പാത്വേനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പാസ് റെറ്റിക്കുലേറ്റർ വഴി അത് ഇൻഡയറക്റ്റ് പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേ. ഈ പാസ് കമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോപ്പമീൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് പാസ് കമ്പാക്റ്റ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ കൂടുതൽ ഡയറക്റ്റ് പാത്വേനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അത് പാസ് കമ്പാക്റ്റ് പോയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് സ്ട്രയേറ്റത്തെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് പാത്വേനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ സ്ട്രയേറ്റം എന്ത് ചെയ്യും, കാര്യമായിട്ടിരുന്ന് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിനെ ഇൻഹിബിറ്റ് ചെയ്യും. കാര്യമായിട്ടിരുന്ന് ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഗ്ലോബസ് പാലിഡസ് ഇന്റേണസിൽ നിന്നുള്ള ഇൻഹിബിറ്ററി സിഗ്നൽസ് ഭയങ്കരമായിട്ട് കുറയുമ്പോൾ തലാമസ് ഇൻടേൺ ഗെറ്റ്സ് മോർ ആക്ടിവേറ്റഡ്. സോ തലാമസ് വിൽ ഗോ ആൻഡ് ആക്ടിവേറ്റ് സെറിബ്രൽ കോർട്ടെക്സ്. അപ്പോൾ ഡോപ്പമൈൻ വഴി ഡയറക്റ്റ് പാത്വേ കൂടുതൽ ആക്ടിവേറ്റ് ആയി ഈ നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേ വഴി. ഓക്കെ, സ്റ്റിമുലേറ്റ്സ് ഡയറക്റ്റ് പാത്വേ ആൻഡ് ഇൻഹിബിറ്റ്സ് ഇൻഡയറക്റ്റ് പാത്വേ. ഇനി ഫങ്ഷൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. ഫങ്ഷൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ, ഇന്ത്യ ഫസ്റ്റ് വൺ, ബേസൽ ഗാംഗ്ലിയ വിൽ ഓൾവേസ് ഡിസ്ചാർജ് പ്രയർ ടു എ മോട്ടർ ആക്ടിവിറ്റി. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ, ഒരു മോട്ടർ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നാണ് ബേസൽ ഗാംഗ്ലിയ ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഒരു മോട്ടർ ആക്ടിവിറ്റിക്ക് പിന്നിലുള്ള പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ് ബേസൽ ഗാംഗ്ലിയ ചെയ്യുക. രണ്ട്, ഇറ്റ് കൺട്രോൾസ് പോസ്റ്റർ. സോ ബേസൽ ഗാംഗ്ലിയയ്ക്ക് എല്ലാം പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പാർക്കിൻസോണിസ് ഉള്ള പേഷ്യൻസിനെ കണ്ടാൽ മനസ്സിലാവും അവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ്സ് ഫോർവേഡ്. അവർ ഇങ്ങനെ ഫോർവേഡ് സ്റ്റൂപ്പിംഗ് അവർക്കുണ്ട്. സോ കൺട്രോളിങ് പോസ്റ്റർ ഇസ് സെക്കൻഡ് തിങ്. തേർഡ് വൺ, ഇൻഹിബിറ്റ്സ് ടച്ച് റീഫ്ലെക്സ് ബൈ സ്റ്റിമുലേഷൻ ഓഫ് കോർഡേറ്റ് ന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പോൾ റെഗുലേറ്റ് സബ് കോൺഷ്യസ് ഡോസ് മൂവ്, അതായത് ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈ നമ്മളറിയാതെ മൂവ് ചെയ്യാറില്ലേ, അത്. പിന്നെ നമുക്ക് ഇത് എഴുതാം, ലേൺഡ് ആക്ടിവിറ്റീസ് സബ് കോൺഷ്യസ് എക്സിക്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എഗെയിൻ സ്പീച്ച് കൺട്രോളിംഗ് ഉണ്ട്. സോ എഗെയിൻ ഈ പാർക്കിൻസോണിസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് തീരെ വോയിസ് ഇല്ലാത്ത പോലെ തോന്നും, സംസാരിക്കാൻ അറിയാത്ത പോലെ തോന്നും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിസാർട്രി ആൻഡ് അഫേസിയ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ഗാംഗ്ലിയ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ഫങ്ഷൻസ് ബേസിക് ഗാംഗ്ലിയാണ്. ഡിസ്ഫങ്ഷൻ ബേസിക് ഗാംഗ്ലിയ മെയിൻലി ഡോപ്പമൈനർജിക് നൈഗ്രോസ്ട്രയേറ്റൽ പാത്വേക്ക് പ്രശ്നം റിസൾട്ട്സ് ഇൻ പാർക്കിൻസോണിസം. ഹണ്ടിങ്ടൺ ഡിസീസ് ഉണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചാൽ. ഹണ്ടിങ്ടൺ ഡിസീസ് അങ്ങനെ ചോദിക്കാറില്ല, കൂടുതൽ ചോദിക്കുന്നത് പാർക്കിൻസോണിസോ. പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ പാർക്കിൻസോണിസം ഹാഡ് ബോത്ത് ഹൈപ്പർ കൈനറ്റിക് ആൻഡ് ഹൈപ്പോ കൈനറ്റിക് ഇഫക്ട്സ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഡോപ്പമീൻ ആക്ട്സ് ഓൺ 2 റിസെപ്റ്റേഴ്സ്. ഓക്കെ, ഡോപ്പമീന് 2 റിസെപ്റ്റേഴ്സ് ഉണ്ട്. D1 റിസെപ്റ്റേഴ്സും ഉണ്ട്, D2 റിസെപ്റ്റേഴ്സും ഉണ്ട്. D1 റിസെപ്റ്റർ വഴി അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സൈറ്റേഷൻ ഓഫ് ഡയറക്റ്റ് പാത്വേ. ഡയറക്റ്റ് പാത്വേനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോപ്പമീൻ D1 റിസെപ്റ്റർ വെച്ച് ഉദ്ദേശിക്കുക.
D2 റിസപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻഹിബിഷൻ ഓഫ് ഇൻഡയറക്റ്റ് പാത്വേ. ഓക്കെ, ഇൻഹിബിഷൻ ഓഫ് ഇൻഡയറക്റ്റ് പാത്വേ. അപ്പോൾ എന്ത് സംഭവിക്കുക? ഡോപ്പമൈൻ ലെവൽസ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? D1 സ്റ്റിമുലേഷൻ ഇല്ലാത്തീര. അപ്പോൾ എന്താവും? ഡയറക്റ്റ് പാത്വേ സ്റ്റിമുലേഷൻ തീരെ ഇല്ല, അത് കുറഞ്ഞു. D2 ഉള്ളപ്പോൾ D2 സ്റ്റിമുലേഷൻ, ഡോപ്പമൈൻ ഇല്ലെങ്കിൽ D2 സ്റ്റിമുലേഷൻ ഇല്ല. സോ റിസൾട്ട്സ് ഇൻ ലെസ് ഇൻഹിബിഷൻ ഓഫ് ഇൻഡയറക്റ്റ് പാത്വേ. അപ്പോൾ ഇൻഡയറക്റ്റ് പാത്വേ ഭയങ്കരമായിട്ട് ആക്റ്റീവേറ്റ് ആവും, ഡയറക്റ്റ് പാത്വേ ഭയങ്കരമായിട്ട് കുറയും. ദർ ഇസ് ഓൾവേസ് ഡിക്രീസ് ഡോപ്പമിനർജിക് ഇൻപുട്ട് ടു പുറ്റാമിൻ. അപ്പോൾ എന്താ, ഇൻഡയറക്റ്റ് പാത്വേ ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവും, ഡയറക്റ്റ് പാത്വേ ലെസ് ആക്ടിവേറ്റഡ് ആവും. സോ വേണം നോർമലി ഡോപ്പമൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, പാസ് കമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ വിൽ ഗോ ആൻഡ് സ്റ്റിമുലേറ്റ് സ്ട്രൈറ്റം ദെർബൈ ആക്ടിവേറ്റിംഗ് ഡയറക്റ്റ് പാത്വേ അല്ലേ? അതെങ്ങനെയാണ്? ഫാസ്റ്റ് കമ്പാക്ട് ചെയ്യുന്ന ഡോപ്പമൈൻ വരുമ്പോൾ ഡോപ്പമൈൻ ഗോസ് ആൻഡ് ആക്ടിവേറ്റ് സ്ട്രൈറ്റം. സോ ദർ ഇസ് മോർ ഇൻഹിബിറ്ററി സിഗ്നൽസ് ഫ്രം സ്ട്രൈറ്റം ടു ഗ്ലോബസ് പാലഡസ് ഇന്റേണസ്. Hence, there is less inhibitory signals in globus pallidus internus thalamus. So, thalamus can sit and excite cortex very well. അതേസമയം ഡോപ്പമൈൻ ലെവൽസ് കുറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം നേരെ തിരിച്ചാണ്. സ്ട്രൈറ്റത്തിനെ കാര്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലെസ് ഇൻഹിബിഷൻ ഗ്ലോബസ് പാലഡസ് ഇന്റേണസ്. സോ മോർ ഇൻഹിബിഷൻ ഓഫ് തലാമസ്. സോ തലാമസിന് കാര്യമായിട്ട് എക്സൈറ്ററി സിഗ്നൽസ് കോർട്ടെക്സിന് പോകുന്നില്ല. ഇതാണ് ഡോപ്പമൈൻ പോയാലുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും വരച്ച് കാണിക്കും, കമ്പയർ ചെയ്യണം പാർക്കിൻസോണിസിൽ നടക്കുന്നത് നോർമൽ കണ്ടീഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മോർ ഇൻഹിബിഷൻ എങ്ങനെ കാണിക്കുക? കളർ കൂട്ടി വരച്ചാൽ മതി. കുറച്ച് കളർ കൂട്ടി വരച്ചാൽ അത് ഓൾവേസ് മനസ്സിലാക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊരു സോളിഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് സ്റ്റിമുലേഷനൊക്കെ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരോ വരച്ചിട്ട് പ്ലസ് നിടാം, ആ മേലെ മൈനസ് നിടാം, ഇൻഹിബിഷനും സ്റ്റിമുലേഷനും കാണിക്കാം. അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എക്സൈറ്റേഷൻ. ഇങ്ങനെ സ്പേസ് ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഹിബിഷൻ. അത് കട്ടിക്ക് വരയ്ക്കുകയാണെങ്കിൽ മോർ ഇൻഹിബിഷൻ എന്ന് പറയും. ഓക്കെ, അതപ്പോൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ? കോർട്ടെക്സ് സ്ട്രൈറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് സോളിഡ് ലൈനാണ്. സ്ട്രൈറ്റത്തിൽ നിന്ന് ഇവിടുന്ന് ഇൻഹിബിറ്ററി സിഗ്നൽ, ലെസ് ഇൻഹിബിഷൻ, മോർ ഇൻഹിബിഷൻ, ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പാർക്കിൻസോണിസം. ഓക്കെ, സോ പാർക്കിൻസോൺ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് മെയിൻലി. ഹൈപ്പോ കൈനറ്റിക് ഫീച്ചേഴ്സും ഉണ്ട്, ഹൈപ്പർ കൈനറ്റിക് ഫീച്ചേഴ്സും ഉണ്ട്. ഹൈപ്പോ കൈനറ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് കുറയുന്നൊരവസ്ഥ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് കൂടുന്ന അവസ്ഥ. സോ ഹൈപ്പോ കൈനറ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പാർക്കിൻസോൺ? ഒന്ന് എ കൈനേസിയ. എ കൈനേസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തു പക്ഷെ വളരെ സ്ലോ ആണ്, ബ്രാഡി കൈനേസിയ. എ കൈനേസ് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടാം. ബ്രാഡി കൈനേസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്തു പക്ഷേ സ്ലോ മൂവ്മെൻറ്റാണ്. ഇനി ഡിക്രീസ്ഡ് അസോസിയേറ്റഡ് മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ഒരു പേഷ്യൻ്റ് നടക്കുമ്പോൾ അയാൾക്ക് സ്വിമ്മിങ് ഓഫ് ആംസ് ഉണ്ടാവുന്ന അങ്ങനത്തെ അസോസിയേറ്റഡ് മൂവ്മെൻറ്റ്സ് ഒന്നും ഈ പേഷ്യൻ്റ് ഉണ്ടാവില്ല. പിന്നെ മാസ്ക് ഫേസ്. ഈ പാർക്കിൻസോണിസ് ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് അവരുടെ മുഖത്തൊരു ഇമോഷൻസ് ഒന്നും ഉണ്ടാവും, തീരെ ഇമോഷൻലെസ് ആയിരിക്കും, മാസ്ക്ഡ് ഫേസ്, മാസ്ക് ചെയ്ത ഒരു സ്റ്റോയിക് ഫേസ് ആയിരിക്കും ഈ പേഷ്യൻസിന് ഉണ്ടാവുക. പിന്നെ ഇവർ കാര്യമായിട്ട് ഇവരുടെ കണ്ണുകളൊന്നും അനക്കില്ല. അപ്പോൾ കണ്ണുകളൊന്നും അനക്കാത്തതുകൊണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ദർ ഓൾവേസ് സ്റ്റെയറിങ് അറ്റ് ഒരു സെർപ്പൻറ്റൈൻ സ്റ്റെയർ പോലെ എപ്പോഴും നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ. ഇതൊക്കെ ഹൈപ്പോ കൈനറ്റിക് ഫീച്ചേഴ്സാണ് പാർക്കിൻസോണിസത്തിൻ്റെ. എ കൈനേസിയ, ബ്രാഡി കൈനേസിയ, ഡിക്രീസ് അസോസിയേറ്റഡ് മൂവ്മെൻറ്റ്സ്, മാസ്ക് ഫേസ്, സെർപ്പൻറ്റൈൻ സ്റ്റെയർ. ഹൈപ്പർ കൈനറ്റിക് മൂവ്മെൻറ്റ് കൂടുന്നൊരവസ്ഥ. അതായത് അവസ്ഥയാണ് ഒന്ന് റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ലെഡ് പൈപ്പ് റിജിഡിറ്റി, കോഗ് വീൽ റിജിഡിറ്റി. അതായത് മൂവ്മെൻ്റ് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാനൊരു പാടുണ്ട്, പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ മൂവ്മെൻ്റ് ആയിരിക്കും കാണിക്കും, ലെഡ് പൈപ്പ് റിജിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രെമർ. ട്രെമർ എന്ന് പറയുമ്പോൾ ഇവർക്ക് റെസ്റ്റിംഗ് ട്രെമർ. അപ്പോൾ സെറിബെലത്തിൻ്റെ കേസിൽ ഇറ്റ് വാസ് നോട്ട് റെസ്റ്റിംഗ് ട്രെമർ, ഇൻറ്റൻഷൻ. അതെന്തായിരുന്നു? കൈ അനക്കുമ്പോഴായിരുന്നു പേഷ്യൻറ്റിൻ്റെ ട്രെമർ വന്നിരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അനക്കം ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാലും പേഷ്യൻറ്റിൻ്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ദറ്റ് ഇസ് റെസ്റ്റിംഗ് ട്രെമർ. ഇനി അടുത്തത് പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതരം ഗേറ്റ് ആണ് ഫെസ്റ്റിനൻ ഗേറ്റ്. ഫെസ്റ്റിനൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്ത് പേഷ്യൻ്റ് ഫോർവേഡ് സ്റ്റൂപ്പ് ചെയ്ത് കയ്യിലൊരു പിൽ റോളിംഗ് മൂവ്മെൻറ്റ് വെച്ച് വരുന്നൊരു അവസ്ഥയാണ് ഈ ഫെസ്റ്റിനൻ ഗേറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോഗ്രാഫി. പേഷ്യൻറ്റിനോട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ വളരെ ചെറുതായി തീരെ ലെജിബിൾ അല്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമായിരിക്കും. പിന്നെ പിൽ റോളിംഗ് കൊണ്ട് ഓൾറെഡി പറഞ്ഞു അല്ലേ, പിൽ റോളിംഗ് അങ്ങനെ. അപ്പോൾ ഇതിലൊരു കോഡുണ്ട്, ഒന്നും അറിഞ്ഞാലും ഈ കോഡ് വെച്ച് എഴുതി വയ്ക്കുക. ട്രാപ്പ് എന്ന് പറയും, ട്രാപ്പ് എന്ന്. ഓക്കെ, ഈ ട്രാപ്പ് എന്ന് പറഞ്ഞ കോഡ് എന്താ? ഓക്കെ, അപ്പോൾ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ട്രെമർ. ട്രെമർ എന്ത് ടൈപ്പ് ഓഫ് ട്രെമർ ഓൾറെഡി പറഞ്ഞു, റെസ്റ്റിംഗ് ട്രെമർ ആണെന്ന് പറഞ്ഞു അല്ലേ. റെസ്റ്റിംഗ് ട്രെമറാണ് പേഷ്യൻറ്റിനുള്ളത്. ഇനി അടുത്ത് രണ്ടാമത്തെ ആറ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റിജിഡിറ്റിയാണ്. എന്ത് ടൈപ്പ് റിജിഡിറ്റി? ലെഡ് പൈപ്പ് റിജിഡിറ്റി ആൻഡ് കോഗ്യൂൾ റിജിഡിറ്റി. ഇനി എ എന്താണ്? എ കൈനേസിയ. പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇനി അവസാനം പി ഞാൻ പറഞ്ഞു പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി. എങ്ങനെയാണ്? ഫെസ്റ്റിൻ ഗേറ്റും സെൻട്രൽ ഗ്രാവിറ്റി ഷിഫ്റ്റിംഗ് ഫോർവേഡ് ചെയ്ത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ 4 ഫീച്ചേഴ്സ് എങ്കിലും എഴുതാൻ നോക്കണം. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർക്കിൻസോൺസ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് കൂടുതലും മെഡിസിനിലാണ് വരുന്നത്. പക്ഷേ ഇനി ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തൊക്കെയാണ് എൽഡോപ്പ്, ബിക്കോസ് ഡോപ്പമീൻ ഉള്ള പേഷ്യൻറ്റിന് കുറയുന്നുണ്ട്, നമ്മൾ എൽഡോപ്പ് കൊടുക്കണം. പിന്നെ ഡോപ്പമീനർജിക് പാത്ത് കുറയുമ്പോൾ അനാവശ്യമായിട്ട് ഇൻഹിബിറ്ററി പാത്ത് വേ കോളിനർജിക് പാത്ത് വേ ആക്ടിവേറ്റ് ചെയ്യുക. സോ ആൻറ്റി കോളിനർജിക്സും പേഷ്യൻറ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫീറ്റൽ ബേസിൽ ഗാംഗ്ലിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പേഷ്യൻറ്റിൽ. അല്ലെങ്കിൽ ഒരു ചിപ്പുണ്ട്, ആ ചിപ്പ് വെച്ച് ബേസിൽ ഗാംഗ്ലിയ കൂടുതൽ എക്സൈറ്റ് ചെയ്യാം. അങ്ങനത്തെ സർജിക്കൽ ഇതൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ യങ്ങർ പേഷ്യൻസിനൊക്കെയാണ് പാർക്കിൻസോണിസം വരുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇത് സിമ്പിൾ ടോപ്പിക്കാണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ നമുക്ക് കൂടെ കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.